നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കെ.എം. മാണി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ പി.ജെ. ജോസഫ് വിഭാഗം യോഗത്തിൽ മൗനം പാലിച്ചു. പി.സി. ജോർജിനെ ക്ഷണിക്കാതെയായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം. രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുത്ത ശേഷമാണ് പി.സി. ജോർജിനെ മാറ്റണമെന്ന ആവശ്യം കെ.എം. മാണി മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത്. പി.സി. ജോർജിനെ ക്ഷണിക്കാതെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കെ.എം. മാണിക്കൊപ്പമുള്ള എം.എൽ.എമാരാണ് ജോർജിനെതിരെയുള്ള നടപടി ആവശ്യം മുന്നോട്ട് വെച്ചത്. പി.ജെ. ജോസഫിനൊപ്പമുള്ളവർ യോഗത്തിൽ മൗനം പാലിച്ചു. ഒടുവിൽ പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തുനിന്ന് മാറ്റാൻ ഔദ്യോഗിക തീരുമാനമാവുകയായിരുന്നു. പാർട്ടി പ്രതിനിധിയായി ജോർജിനെ യു.ഡി.എഫ് യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു. ഇതേ തുടർന്നാണ് കെ.എം. മാണി തീരുമാനമറിയിക്കാൻ മുഖ്യമന്ത്രിയെ കണ്ടത്. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും മാറ്റാൻ പാർട്ടി തീരുമാനിച്ചെന്നും യു.ഡി.എഫ് നടപടിയെടുക്കണമെന്നുമായിരുന്നു മാണിയുടെ ആവശ്യം. 5 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ മന്ത്രി പി.ജെ. ജോസഫിനെയും മാണി കൂടെ കൂട്ടിയിരുന്നു. കെ.എം. മാണിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി വിഷയം ചർച്ച ചെയ്തു. വി.എം. സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും യു.ഡി.എഫ് നേതാക്കളുമായും ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കെ.എം. മാണിക്കെതിരെ കടുത്ത നിലപാടെടുത്തതാണ് പി.സി. ജോർജിനെതിരായ നിലപാടിലേക്ക് പാർട്ടിയെ നയിച്ചത്. ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ കെ.എം. മാണി രാജിവെക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പി.സി. ജോർജ് തുറന്നു പറഞ്ഞു. ഇതിനിടയിൽ തന്നെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന് പി.സി. ജോർജ് കെ.എം. മാണിയെ അറിയിച്ചിരുന്നു. കെ.എം. മാണിയുടെയും പി.സി. ജോർജിന്റെയും അനുകൂലികൾ തെരുവിൽ മുഖാമുഖം നിന്നതും ഇതിനിടയിലെ കാഴ്ചയായി. ഒടുവിൽ നിയമസഭാ സമ്മേളനം അവസാനിച്ചതോടെ പി.സി. ജോർജിനെതിരായ കടുത്ത നിലപാടിലേക്ക് കെ.എം. മാണി എത്തിച്ചേരുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ശ്രീ ജോണി നെല്ലൂർ, കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ശ്രീ കെ.ഐ. ആന്റണി, കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ശ്രീ പ്രതാപൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ, ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പി.സി. ജോർജിനെ മാറ്റണമെന്ന ആവശ്യം, യു.ഡി.എഫ് യോഗത്തിൽ പി.സി. ജോർജിനെ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യം, ഇത് രണ്ടും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം അംഗീകരിച്ച് യു.ഡി.എഫ് ചെയർമാൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൈമാറിയിരിക്കുന്നു. ഇത് യു.ഡി.എഫിലും കേരള കോൺഗ്രസ് എമ്മിലും എന്തെല്ലാം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും? പ്രകാശ്, ഇതിപ്പോ ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത കണ്ടു എന്നല്ലാതെ ഒരു സ്ഥിരീകരണവും ഈ വാർത്തയ്ക്ക് ഉള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ഔദ്യോഗിക ഭാരവാഹികളോ അതിന്റെ ഔദ്യോഗിക നേതാക്കന്മാരോ ആരും ഈ വാർത്തയ്ക്ക് സ്ഥിരീകരണം നൽകിയിട്ടില്ല. യു.ഡി.എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് ഈ കാര്യം ഇതുപോലൊരു ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ആരായേണ്ടതായിരുന്നു. മാത്രമല്ല, ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷമാണ് ആദരണീയനായ മുഖ്യമന്ത്രി എന്നെ ടെലിഫോണിൽ വിളിച്ച് മറ്റൊരു കാര്യത്തെയൊക്കെ സംബന്ധിച്ച് ഏതാണ്ട് 15-20 മിനിറ്റ് നേരം ചർച്ച ചെയ്യുകയുണ്ടായി. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, സീറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്നോട് ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരു ആവശ്യം കേരള കോൺഗ്രസ് ഉന്നയിച്ചിരുന്നെങ്കിൽ ശ്രീ ജോണി നെല്ലൂർ, അതിന്റെ തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. കാരണം ഇതിനോട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഏക വൈസ് ചെയർമാനായി ഇപ്പോഴും തുടരുന്ന പി.സി. ജോർജ് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. പി.സി. ജോർജ് പറഞ്ഞിരിക്കുന്നത് തന്നെ പങ്കെടുപ്പിക്കാതെ, തന്നെ അറിയിക്കാതെ ചേർന്ന ഒരു പാർലമെൻ്ററി പാർട്ടി യോഗമാണത്. ആ യോഗത്തിൻ്റെ തീരുമാനം ഞാൻ അംഗീകരിക്കില്ല. ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കണമെങ്കിൽ അത് മാണി പറഞ്ഞാൽ മതി, അത് രാജിവച്ചേക്കാം. ഇനിയും വിമർശനം തുടരും. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേരള കോൺഗ്രസ് എം നേതാക്കളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഔദ്യോഗികമായി കിട്ടിയ കാര്യം അറിയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ജോർജിനെ മാറ്റിക്കൊണ്ട് ഒരു തീരുമാനം അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വന്നു. കെ.എം. മാണിയുടെ വസതിയിൽ യോഗം ചേർന്നു. ഈ കാര്യത്തിലൊന്നും തർക്കമില്ല. ഇത് പി.സി. ജോർജിന് എം.എൽ.എ. സ്ഥാനം നഷ്ടപ്പെടുമോ? പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എം നേതാക്കൾക്കെതിരായ അദ്ദേഹത്തിൻ്റെ വിമർശനം അവസാനിപ്പിക്കാൻ കഴിയുമോ? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും എന്താണ് അഭിപ്രായം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പി.സി. ജോർജ് കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ്. ആ അംഗത്തെ അറിയിക്കാതെ പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്ന നടപടി എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആലോചിക്കുമ്പോൾ എവിടെ കിട്ടും. അദ്ദേഹത്തെ കൂടി അറിയിച്ച് യോഗം കൂടേണ്ടതായിരുന്നു ശരിയായ ഒരു രീതി. അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതെ യോഗം കൂടിയെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ യു.ഡി.എഫിലെ പ്രതിനിധിയായി പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടോ ഒന്നും അദ്ദേഹത്തിന്റെ എം.എൽ.എ. സ്ഥാനത്തിന് യാതൊരു കോട്ടവും ഉണ്ടാകില്ല. അദ്ദേഹത്തിന്റെ എം.എൽ.എ. സ്ഥാനത്തിന് കോട്ടം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം സ്വമേധയാ പാർട്ടി വിട്ട് പോകേണ്ട അല്ലെങ്കിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അദ്ദേഹം ഒന്നുകിൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം. ശ്രീ ആന്റണി രാജു, അല്ല ശ്രീ
ജോണി നെല്ലൂർ, ഈ കാര്യത്തിൽ PC ജോർജ് അതിലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ സ്വയം ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല, ചീഫ് വിപ്പ് സ്ഥാനം വേണമെങ്കിൽ എടുത്തോട്ടെ. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന്, സ്വയം രാജിവെച്ച് പിരിയും എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ KM മാണിക്കെതിരെ PC ജോർജ് വിമർശനം കടുപ്പിക്കും. വാർക്കോഴ മാത്രമല്ല, മറ്റ് വിമർശനങ്ങൾ കൂടി പുറത്തു വരും, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് PC ജോർജിനെ ഒന്നുമില്ലെങ്കിൽ പുറത്താക്കണം, അതല്ലെങ്കിൽ ആ വിമർശനം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വൈസ് ചെയർമാനായിട്ടും MLA ആയിട്ടും അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കണം. മാണി വഴങ്ങുന്ന സൂചനയല്ല, കാരണം എന്തുമാകട്ടെ എന്ന ഒരു അവസ്ഥയിലേക്ക് മാണി എത്തിച്ചേർന്നു എന്നാണല്ലോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ PC ജോർജ് അദ്ദേഹം പറയുന്ന പഴയ സെക്യുലർ കേരള കോൺഗ്രസ് അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ഒരു മുൻകാല അനുഭവമുണ്ട്. ജോസഫിനൊപ്പം നിന്നപ്പോൾ, ജോസഫിൽ നിന്ന് ഇതുപോലെ അദ്ദേഹം അകന്നു കഴിഞ്ഞപ്പോൾ ഇടതു മുന്നണി ഒരു ചെറിയ പാർട്ടിയായ സെക്യുലറിനെയും PC ജോർജിനെയും ആ മുന്നണി തുടരാൻ അനുവദിച്ചു. അത് തന്നെ UDFിലും ഉണ്ടാകുമോ? കാരണം ജോർജ് ആവർത്തിച്ച് പറയുന്ന, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞുകൊണ്ട്, ചെന്നിത്തല പറഞ്ഞതുകൊണ്ട്, ഉമ്മൻചാണ്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ലയിച്ചത്, എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ പറയട്ടെ എന്നാണ്. അങ്ങനെ വരുമ്പോൾ അല്ല, PC ജോർജിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടണമെങ്കിൽ അദ്ദേഹം സ്വയം തീരുമാനമെടുത്ത് ആ പാർട്ടി വിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം കൂറുമാറ്റ നിയമം അനുസരിച്ച് മാറ്റപ്പെടുകയുള്ളൂ. ഇപ്പോൾ കേരള കോൺഗ്രസ് എം അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്തിടത്തോളം കാലം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വൈസ് ചെയർമാൻ സ്ഥാനം കളയുന്നില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം ആ പാർട്ടിയിലെ അംഗം തന്നെയായി തുടരും. പിന്നീട് വരുന്ന കാര്യങ്ങൾ അപ്പോ വരുന്ന സാഹചര്യത്തിലല്ലാതെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റുക, ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ച് 5 പേർ UDF യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ജോർജിൻ്റെ പേര് ഒഴിവാക്കുക, ഇത് രണ്ടുമാണ് ഇന്ന് മാണിയും ജോസഫും ഒന്നിച്ചു പോയി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുന്ന നടപടികൾ. പക്ഷേ ജോർജ് മാണിക്ക് അവസരമൊരുക്കിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ MLA സ്ഥാനം നഷ്ടപ്പെടുന്ന രീതിയിൽ സ്വയം പാർട്ടിയിൽ നിന്ന് മാറാനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? മാത്രമല്ല, മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോർജ് അത് മാണിക്ക് ഇന്നലെ വരെയും ഉള്ള ഭീഷണിയാണോ, അതിനേക്കാൾ ഉയർന്ന ഭീഷണിയാണോ ഉയർത്താൻ പോകുന്നത്? അല്ല, ശ്രീ PC ജോർജിനെ നമുക്കറിയാം, അദ്ദേഹം വളരെ ആവൽക്കാരിയായ ഒരു എതിരാളിയാണ്. തീർച്ചയായിട്ടും ശ്രീ KM മാണി വടി കൊടുത്ത് അരി വാങ്ങിക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇദ്ദേഹത്തെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുകൊണ്ട് ജോർജിന് പ്രത്യേകിച്ച് അപകർഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചീഫ് വിപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഭരണപരമായ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത, ഒരു അലങ്കാരപരമായ ഒരു പദവി മാത്രമാണ്, ഒരു പദവിയാണ്, ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പദവിയാണ് ചീഫ് വിപ്പിന്റെ. അപ്പോൾ ചീഫ് വിപ്പ് എന്ന നിലയ്ക്ക് PC ജോർജ് ഇവിടെ എന്ത് ഉത്തരവാദിത്വമാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനിയിപ്പോ ഈ ഉത്തരവാദിത്വം ഇല്ലാതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ശ്രീ KM മാണി ചെയ്തതിൽ വലിയൊരു അബദ്ധം. KM മാണി ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്നു. ആരോപണ വിധേയനായ KM മാണി മന്ത്രിയായിട്ട് തുടരുന്നു. അങ്ങനെ ഒരാൾ തുടരുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും സദാചാരത്തിനും അനുസരിച്ച രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് PC ജോർജ് ചെയ്ത തെറ്റ്. ആ തെറ്റിന്റെ പേരിൽ PC ജോർജിന്റെ ചീഫ് വിപ്പ് സ്ഥാനം എടുത്തു മാറ്റുകയും മാണി ധനകാര്യ മന്ത്രിയായി തുടരുകയും ചെയ്യുന്നതിൽ വലിയൊരു വിരോധാഭാസമുണ്ട്. മാണി നിരപരാധിയാണെന്ന് മാണി ഗ്രൂപ്പുകാർക്ക് അറിയാം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അറിയാം, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് നല്ല ബോധ്യമുണ്ടാവും. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത്ര തന്നെ ബോധ്യമില്ല. മാണി കളങ്കിതനല്ലേ എന്ന് സംശയിക്കുന്നവരും മാണി കളങ്കിതനാണ് എന്ന് ഉറപ്പിക്കുന്നവരുമാണ് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മാണി മാറി നിൽക്കണം എന്ന അഭിപ്രായം പറഞ്ഞ PC ജോർജിനെ മാറ്റി നിർത്തുന്നത് അത് ഒരു ശരിയാകാത്ത രീതിയാണ്. സാങ്കേതികമായ വശങ്ങൾ ജോണി നെല്ലൂർ പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ജോർജ് കൂടി അംഗമായ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്താതെ പാർലമെന്ററി പാർട്ടി ചേർന്ന് അദ്ദേഹത്തെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നീക്കം ചെയ്യുന്നതിൽ ഒരു ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള പോരായ്മയുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചോദ്യം ഇതാണ്: ബാലകൃഷ്ണ പിള്ളയുടെ പാർട്ടിയെ പുറത്താക്കിയത് എന്താണ്? ഭരണമുന്നണിക്കകത്ത് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞതിനാണ്, അല്ലെങ്കിൽ KM മാണി കൈക്കൂലി വാങ്ങിയെന്ന് ബാലകൃഷ്ണപിള്ളയ്ക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരാൾ പുറത്താക്കുന്നു, ഒരു പാർട്ടിയെ പുറത്താക്കുന്നു, ഒരു അംഗം കൊഴിയുന്നു. അതുപോലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതേ പാർട്ടിക്കകത്ത് തന്നെ ഇതേ അഭിപ്രായം ഉയർന്നു വരുന്നു. ഇനിയിപ്പോ യൂത്ത് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം നേതാക്കന്മാര് KM മാണിയെ മാറ്റിനിർത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. CR മഹേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഷെറിൻ വർഗീസ് ആവശ്യപ്പെടുന്നുണ്ട്, തമ്പി സുബ്രഹ്മണ്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഇവരെയൊക്കെ ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമോ? ധാർമ്മികതയുടെ അവസാന വാക്കായിട്ടുള്ള VM സുധീരൻ ഈ ചെറുപ്പക്കാരെ എല്ലാവരും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും. KM മാണി കുറ്റക്കാരനാണെന്ന് പറയുന്നത് എല്ലാവരും നാട് കടത്തുവോ? KM മാണി അഴിമതിക്കാരനാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഈ കേരള സംസ്ഥാനത്ത് നിന്ന് ബഹിഷ്കരിക്കാൻ ഇവരാരെങ്കിലും വിചാരിച്ച് നടക്കും? ഇതൊക്കെ വളരെ മോശമാണ്.
ഇത് കെ മാണിക്ക് മനസ്സിലാകുന്നില്ല ഇതിന്റെ നാറ്റം സഹിക്കാവുന്നതിന്റെ അപ്പുറമായി കഴിഞ്ഞു. ദുർഗന്ധം പൂരിതമായിരിക്കുകയാണ് യു ഡി എഫ്. വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ കെ എ ആന്റണി, കേരള കോൺഗ്രസ് എമ്മിന്റെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് ചേർന്ന യോഗത്തിൽ പി സി ജോർജ് ആവശ്യപ്പെട്ടതാണ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ, കെ എം മാണിക്കെതിരെ ഉയർന്നിരിക്കുന്ന ബാർക്കോഴ ആരോപണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട്, ഇതെല്ലാം പുറത്ത് വിട്ടുകൊണ്ട് പാർട്ടി ഇന്ന് എത്തിച്ചേർന്ന പ്രതിസന്ധി മറികടക്കണമെന്ന്. അതിന് തയ്യാറാകാത്ത പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ മാത്രം യോഗം വിളിച്ച് ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ, കെ എം മാണിക്കെതിരെ വിമർശനം ഉയർന്നാൽ അയാൾ പുറത്ത്, മാണിക്കെതിരായ വിമർശനങ്ങളോ അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളോ ചർച്ച ചെയ്യാത്ത ഒരവസ്ഥ. ഇതിനിപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ മാത്രമല്ല, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വി എം സുധീരനും മറുപടി പറയേണ്ടതില്ലേ? കോഴ ആരോപണം, അതിന് വിധേയനായ ആൾ പാർട്ടിയുടെ ചെയർമാനും മന്ത്രിയുമായി തുടരുന്നു. ഈ കാര്യം ചർച്ച ചെയ്യണം, തിരുത്തണം, അല്ലെങ്കിൽ മുന്നണിക്കും പാർട്ടിക്കും ഗുണമില്ല എന്ന് പറഞ്ഞയാൾ അയാൾ പുറത്താക്കപ്പെടുന്നു. ഇത് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് യു ഡി എഫിനെയും നിങ്ങളെ തന്നെയും എത്തിക്കില്ലേ? പി സി ജോർജ് പറയുന്നത് പോലെ, അവകാശപ്പെടുന്നത് പോലെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു പ്രതിസന്ധിയും നിലവിലില്ല എന്ന് കേരള കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും അണികളും ഇന്നും വിശ്വസിക്കുകയാണ്. പി സി ജോർജ് പലപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ, അവ്യക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം എന്നും പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല അടുത്ത ദിവസം പറയുന്നത്. ഇന്ന് ആർക്കനുകൂലമായി പറയുന്നുവോ അയാൾക്കെതിരായി നാളെ പറയുന്നു. ഇങ്ങനെ ഈ മുന്നണിയിൽ ഒരു സുപ്രധാനമായ ഒരു സ്ഥാനത്തിരുന്ന് ചീഫ് വിപ്പ് സ്ഥാനം തീരെ ഒന്നുമല്ല എന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അത് വളരെ വലിയ സ്ഥാനം തന്നെയാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മുന്നണിയെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയും നേതാക്കളെയും എല്ലാം സ്ഥിരമായി വിമർശിക്കുകയും എന്നാൽ ഇടയ്ക്കൊക്കെ അവർക്ക് അനുകൂലമായി പറയുകയും ചെയ്തുകൊണ്ട് ഒരു സ്ഥിരതയില്ലാത്ത, ഒരു ഉറപ്പില്ലാത്ത, ഒരു നേതൃത്വവാസനയോടുകൂടിയുള്ളതല്ലാത്ത സംസാരം സ്ഥിരമായി അദ്ദേഹത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള കാര്യം. അത് പാർട്ടിയിൽ കേരള കോൺഗ്രസിൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരം ഒരു നടപടി എടുക്കുന്നതിന് പാർട്ടി തയ്യാറായിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ MLA സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് പാർട്ടിയുടെ ആഗ്രഹം. MLA സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊന്നും ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ശ്രീമാൻ പി ജെ ജോസഫിനോ ശ്രീമാൻ കെ എം മാണിക്കോ അദ്ദേഹത്തോട് ഒരു വിദ്വേഷവുമില്ല എന്നറിയാവുന്നയാളാണ് ഞാൻ. പക്ഷേ ശ്രീ കെ ആന്റണി, പി സി ജോർജ് നിങ്ങൾ പറയുന്നത് പോലെ വാ പോയ ഒരു കോടാലി പോലെ എന്തും പറഞ്ഞു നടന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഏക വൈസ് ചെയർമാൻ ആയതിനു ശേഷമല്ല, അതിനു മുമ്പ് ഇത് തന്നെയായിരുന്നു ജോർജിന്റെ സ്വഭാവം. ജോർജ് പല കാര്യങ്ങളും മുഖ്യമന്ത്രിയെക്കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ച്, CPM നേതാക്കളെക്കുറിച്ച്, കോൺഗ്രസിന്റെ നേതാക്കളെക്കുറിച്ച് എല്ലാം പറഞ്ഞപ്പോൾ കെ എം മാണിയെപ്പോലെ ഒരാൾ ജോർജിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുച്ഛരസത്തിൽ ആ ആവശ്യം തള്ളിയയാളാണ് കെ എം മാണി. ഇപ്പോൾ കെ എം മാണിക്ക് ജോർജ് ഒരു വിടുവായൻ, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ഒരാൾ എന്ന രീതിയിൽ വരുന്നത് ബാർക്കോഴയിൽ മാണി രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തതിന് ശേഷമല്ലേ? അങ്ങനെ വരുമ്പോൾ മാണിയെ നിയന്ത്രിക്കുക, അല്ല ജോർജിനെ നിയന്ത്രിക്കുക എന്ന മാണിയുടെ ലക്ഷ്യം, അത് ജോർജിൻ്റെ ഈ പറയുന്ന തെറ്റായ സംഭാഷണങ്ങളും പ്രതികരണങ്ങളും അവസാനിപ്പിച്ച് ഒരു നല്ല നേതാവായി ജോർജിനെ വളർത്തുക എന്നതല്ല. തനിക്കെതിരെ ആ വിമർശനം ഉയർന്നപ്പോൾ ഇനി പറ്റില്ല എന്ന വെട്ടിമാറ്റലോ അല്ലെങ്കിൽ ശക്തി കുറയ്ക്കലോ അല്ലേ? ഒരിക്കലുമല്ല. പ്രിയപ്പെട്ട പ്രകാശ്, എന്നും ശ്രീ കെ എം മാണി പി സി ജോർജിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെയും പ്രസംഗത്തെയും പ്രസ്താവനകളെയും ഇഷ്ടപ്പെടാതിരിക്കുകയും വെറുക്കുകയും അദ്ദേഹത്തോട് നേരിട്ട് പല പ്രാവശ്യം ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ കെ എം മാണി. അതുപോലെ ശ്രീ പി ജെ ജോസഫും അദ്ദേഹത്തെ എത്രയോ വട്ടം ഉപദേശിച്ചിട്ടുണ്ട്. എന്തിന് നിസ്സാരനായ ഞാൻ പോലും പി സി ജോർജിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ നിയന്ത്രിച്ചൊക്കെ സംസാരിക്കണം, പാർട്ടിക്ക് വളരെ പ്രയോജനം കിട്ടേണ്ട ഒരാളാണ് ശ്രീ ജോർജ്, പാർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. വ്യക്തമാണ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ശ്രീ പ്രതാപൻ, ഇത്രയും ദിവസം പി സി ജോർജ് പറഞ്ഞത് കേരള കോൺഗ്രസ് എം നടുക്കടലിലാണ്, അതിനെ കരകയറ്റാൻ താൻ ശ്രമിക്കുന്നു എന്നാണ്. ഇപ്പോൾ ജോർജ് നടുക്കടലിലായ അവസ്ഥയല്ലേ? ചീഫ് വിപ്പ് സ്ഥാനം പോയി, MLA സ്ഥാനം തൂങ്ങിയാടുന്നു. ആ രീതിയിൽ ഇടതിലുമില്ല വലതിലുമില്ല എന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ തൃശങ്കുവിൽ ജോർജ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് ജോർജ് എത്തിച്ചേർന്ന ഒരു പ്രതിസന്ധിയാണോ, അതോ ജോർജിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം അത് സാധ്യതമാകാതെ പോയതാണോ? എന്റെ പ്രകാശ് ചേട്ടാ, എന്തോ ഒരു മുഴുത്ത ഒരു പോസ്റ്റാന്നറിയോ ചീഫ് വിപ്പ് സ്ഥാനം. അതൊരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കിട്ടിയതല്ലേ ഇത്ര ഒരു മുഴുത്ത സാധനം ചീഫ് വിപ്പ് സ്ഥാനം.
UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾ നടന്നപ്പോൾ അപ്പോഴൊക്കെ പ്രതികരിച്ചിരുന്നപ്പോൾ ഒക്കെ PC ജോർജ് പറഞ്ഞിരുന്നു, ഈ ചീഫ് വിപ്പ് സ്ഥാനം എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രിയങ്കരനായ ശ്രീ മാണി സാർ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ആ നിമിഷം ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറിയേക്കാം. ഇന്നിപ്പോ അവിടെ പാർലമെന്ററി പാർട്ടി യോഗം ഒന്നും മാണി സാർ വിളിച്ചു ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിരുന്നെങ്കിൽ ആ ടെലിഫോൺ എടുത്ത് നേരെ PC ജോർജിന്റെ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട്, ജോർജെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറണം, ഒഴിയണം എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു. അതിന് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുക, ഈ ബാർക്കോഴ വിവാദം ഉണ്ടായപ്പോഴൊന്നും വിളിക്കാത്തതുപോലെ ഒരു കമ്മിറ്റി വിളിക്കുക, ആ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള പാർട്ടി വൈസ് ചെയർമാനെ അത് അറിയിക്കാതെ ഇരിക്കുക, രഹസ്യമായിട്ടൊരു കമ്മിറ്റി കൂടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കുക. എന്തൊരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമായത്. ഞാൻ പ്രകാശ് ചേട്ടൻ ചോദിച്ചതിന് ഒരു മറുപടി മാത്രം പറയാം. രാഷ്ട്രീയ സദാചാരത്തിനും രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും വേണ്ടി PC ജോർജ് കൊടുക്കേണ്ട വിലയാണ് ചീഫ് വിപ്പ് സ്ഥാനമെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി അഭിമാന ബോധത്തോടുകൂടി അത് കൊടുക്കും. PC ജോർജ് പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്ന ഇവിടെ കേരള കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി പറയുന്നത് കേട്ട്. ഇതുപോലെ ബോധമില്ലാത്ത കുറെ ആളുകളാണ് ഉപദേഷ്ടാക്കൾ. പിന്നെ അങ്ങനെ ഈ പാർട്ടി നന്നാകും? ഈ പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യം ഇല്ല എന്നുള്ള കാര്യം ഇന്നും ഇന്നലെ ഞങ്ങൾ പറയാൻ തുടങ്ങിയതല്ല. ഈ പാർട്ടിയിലെ ഭാരവാഹികൾക്കും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും അവർക്ക് ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്കുകളും അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും പറയുവാനുള്ള ഒരു വേദി, ആ വേദി ഒരുക്കുവാൻ ഈ പാർട്ടിയുടെ ചെയർമാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഉന്നയിക്കുന്ന ദീർഘകാല പരാതിയാണ്. കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ആ പരാതി ഉന്നയിച്ചു. ബഹുമാന്യനായ പാർട്ടി വൈസ് ചെയർമാൻ ഉന്നയിച്ചു. അപ്പോഴത്തെ അവിടുത്തെ തീരുമാനം ബാർക്കോഴ വിഷയം സംബന്ധിച്ച പാർട്ടി നേതാക്കന്മാരുടെയും ഭാരവാഹികളുടെയും അഭിപ്രായം വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സമയമെടുത്തുകൂടുന്ന ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയോ പാർലമെന്ററി പാർട്ടി യോഗമോ ഉന്നതാധികാര സമിതി യോഗമോ വിളിക്കാമെന്നുള്ളതായിരുന്നു. അതുപോലും പരസ്യമായിട്ട് ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. ആരും അറിയാതെ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വൈസ് ചെയർമാൻ അറിയാതെ അദ്ദേഹം അംഗമായ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. മാണി സാറും PJ ജോസഫ് സാറും കൂടെ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഉണ്ട് എന്ന വിധത്തിലുള്ള മാധ്യമ വാർത്തകളാണ് വരുന്നത്. ആ വാർത്തകൾ ശരിയാണെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. എന്തിന് ഈ തത്വങ്ങൾ വ്യക്തമാണ്. ഈ കാര്യത്തിൽ ശ്രീ ജേക്കബ് ജോർജ്, ഒന്ന് KM മാണിയുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് PC ജോർജ് ആ പാർട്ടിയിൽ ചെന്ന് ചേരുന്നത്, ജോസഫിനെ പോലെ തന്നെ. പക്ഷേ ഇപ്പോൾ ജോസഫും മാണിയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിച്ചു പോയി. ഇയാളിനി UDFിലും വേണ്ട, അതുപോലെ തന്നെ ഇനി ചീഫ് വിപ്പ് സ്ഥാനത്തും വേണ്ട എന്ന് എഴുതി കൊടുക്കുന്നു. അതിനോട് ഇനിയും പ്രതികരിക്കും എന്ന് ജോർജ് പറയുന്നു. ജോർജിനെ ആ രീതിയിൽ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ KM മാണിയാകട്ടെ ആരോപണത്തിൽ കുളിച്ചു നിൽക്കുന്നു. പിണറായി വിജയൻ പറയുന്നു LDF ചർച്ച ചെയ്ത ശേഷം ജോർജിൻ്റെ മുന്നണി പ്രവേശനം എന്ന് പറയുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന രാഷ്ട്രീയമായ ഒരു പുനഃസംഘടന, ഒരു ആ രീതിയിൽ രൂപപ്പെടുന്ന ഒരു ക്രമീകരണം, അത് മാണിയെയും UDFിനെയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ, അതോ ജോർജ് കൂടുതൽ ഒറ്റപ്പെടുമോ? അല്ല, ജോർജ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു, UDFിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. അത് ജോർജ് എന്തൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞാലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ ബലിയാടായി എന്നൊക്കെ ജോർജിന് അഭിമാനിക്കാൻ പറയാം. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എന്തുമാത്രം അദ്ദേഹം കഷ്ടപ്പെട്ടിരിക്കണം ഇതുപോലെ കേരള കോൺഗ്രസിലും UDFിലും ഒരുപോലെ ഒറ്റപ്പെടാൻ. നേരത്തെ ഇടതുപക്ഷ മുന്നണിയിൽ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിലായിരുന്നു. അവിടെ നിന്ന് പിണങ്ങി സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി, സെക്യുലർ പാർട്ടി ഉണ്ടാക്കി അവിടെ നിന്നു. പക്ഷേ ഇടതുപക്ഷ മുന്നണിയിലും അദ്ദേഹം ഒറ്റപ്പെട്ടില്ലേ? അവിടെ നിൽക്കക്കള്ളിയില്ലാതെ UDFിലേക്ക് ചാടി KM മാണിയും ഒക്കെ ഒന്ന് ഒരു സുരക്ഷിതത്വം നൽകി. ഉമ്മൻചാണ്ടി പറഞ്ഞു മാണി ഗ്രൂപ്പിൽ ചേർന്നു, ഞാൻ ഒത്താശയൊക്കെ ചെയ്തിരാന്ന് പറഞ്ഞു. അങ്ങനെ മാണി ഗ്രൂപ്പിൽ ചേർന്നു. അവിടെ അദ്ദേഹം പിടിച്ചു കയറി. അവിടെ KM മാണി PC ജോർജിന്റെ നിത്യ ശത്രുവായിട്ട് പോലും KM മാണി അദ്ദേഹത്തെ ഉൾക്കൊണ്ടു. അതിന് KM മാണിക്ക് സ്വന്തമായ സ്ഥാപിത താല്പര്യങ്ങൾ കാണും. നേരത്തെ പ്രകാശ് ചൂണ്ടിക്കാണിച്ച പോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്ഥാപിത താല്പര്യങ്ങൾ കാണുമായിരിക്കും. പക്ഷേ KM മാണി സ്വീകരിച്ച ശേഷം തീർച്ചയായിട്ടും PC ജോർജിനെ സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ വ്യക്തിത്വം വളർത്തിയെടുക്കാമായിരുന്നു കേരള കോൺഗ്രസിൽ. അതിന് അദ്ദേഹം ശ്രമിക്കാതെ അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ നടപടികൾ തുടർന്നു. എന്തൊക്കെ അദ്ദേഹം വലിയ കാര്യങ്ങൾ പറഞ്ഞാലും ഇന്നത്തെ സ്ഥിതി അദ്ദേഹം കേരള കോൺഗ്രസിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു, UDFിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷ മുന്നണിയും അദ്ദേഹത്തെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം തിരിച്ച് കയറുമായിരിക്കും.
പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും പ്രകാശ്. ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ ജോർജ് ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അത് കഴിഞ്ഞ മാസങ്ങളായി, ഇപ്പോൾ ബാർക്കോഴ ഉയർന്ന സമയം മുതൽ തുടർച്ചയായി കേരളം കേൾക്കുന്നതാണ്. മാത്രമല്ല ജോർജ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ UDF സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നയാളാണ്. അതിനൊരു പൊതുജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യതയുണ്ടല്ലോ. ഇപ്പോൾ KM മാണിയെ പ്രതിപക്ഷ വനിതാ MLA-മാരെ തല്ലിച്ചതച്ചായാലും അവരെ പീഡിപ്പിച്ചായാലും ബജറ്റ് അവതരിപ്പിക്കാൻ അവസരമൊരുക്കുക, അതേസമയം ഈ തെറ്റ് അത് ചർച്ച ചെയ്യുകയും തിരുത്തുകയും വേണം എന്ന് പറയുന്ന PC ജോർജിനെ ചീഫ് സ്ഥാനത്ത് നിന്ന് മാറ്റുക, അങ്ങനെ വരുമ്പോൾ അത് UDF-ന് ഇപ്പോൾ ഒരു ഗുണകരമായ സാഹചര്യമാണ്. മറുപടി പറയാൻ രാഷ്ട്രീയമായി മാത്രമല്ല, ഒരു ആശയതലത്തിൽ, ഒരു ധാർമ്മികതയുടെ തലത്തിൽ മറുപടി പറയാൻ ഉമ്മൻചാണ്ടിയും സുധീരനും രമേശുമെല്ലാം കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ലേ? കാരണം ആ ഒരു പ്രതിസന്ധിയിലേക്കല്ലേ ജോർജ് ഇവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രകാശ്, PC ജോർജ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് പലതിനും UDF നേതൃത്വത്തിന്, പ്രത്യേകിച്ച് KM മാണിക്ക് മറുപടി പറയാനാവാത്തതാണ്, സംശയമില്ല. പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്ന ആളിനൊരു വിശ്വാസ്യത വേണം. ആ വിശ്വാസ്യതയുടെ പുറത്ത് മാത്രമേ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവൂ. PC ജോർജിൻ്റെ അദ്ദേഹത്തിന് പരാജയം പറ്റിയത് അദ്ദേഹം സ്വന്തം വിശ്വാസ്യത കളഞ്ഞു കുളിച്ചു ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അതാണ് ഇന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടാൻ കാരണം. അല്ലെങ്കിൽ 9 അംഗങ്ങളുള്ള 9 MLA-മാരുള്ള കേരള കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ ഒരു MLA-എങ്കിലും അദ്ദേഹത്തിന് കൂട്ടാമായിരുന്നില്ലേ? അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ലേ? അദ്ദേഹം വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷേ അദ്ദേഹം സ്വന്തം പ്രസക്തി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഏകനായിട്ട് ഇന്ന് കേരള കോൺഗ്രസിൽ നിൽക്കുന്നത്. പ്രകാശ്, ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നു. പക്ഷേ വിമർശനം മാണിക്കെതിരെയും ഒരു ഘട്ടം കഴിഞ്ഞാൽ വീണ്ടും UDF-നെതിരെയും അദ്ദേഹം തുടരാം. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ KM മാണിയെ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി ശക്തമായ വിമർശനങ്ങൾ ഉയർത്താം. അദ്ദേഹത്തെ പുറത്താക്കിയാൽ MLA എന്ന നിലയിൽ ജോർജിന് മുന്നോട്ട് പോകാൻ ഒരു തടസ്സവുമില്ല. അപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളെ ഇപ്പോൾ ജോർജിനെ പിണക്കേണ്ട എന്ന ഒരു നിലപാടെടുത്താൽ UDF-ൽ തന്നെ ഒരു പ്രത്യേക പാർട്ടിയായി ജോർജിന് വീണ്ടും നിലനിൽക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ആ രീതിയിൽ ഒപ്പം നിന്നുകൊണ്ട് തന്നെ മാണിയെ കുറച്ചുകൂടി പ്രതിസന്ധിയിലേക്ക്, രാജിയിലേക്ക് തള്ളി നീക്കാൻ ജോർജിന് കഴിയുമോ? അതിൻ്റെ സാധ്യത എത്രത്തോളമുണ്ട്? അതെനിക്ക് തോന്നുന്നില്ല. കാരണം ജോർജിന് കേരള കോൺഗ്രസിൽ ഉള്ളതിൻ്റെ അത്രയുമോ അതിനേക്കാൾ ഏറെയോ ശത്രുക്കൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ജോർജിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് ശക്തമായിട്ട് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസിലുണ്ട്. അതാണ് ജോർജ് നേരിടുന്ന പ്രതിസന്ധി, UDF-നകത്ത് നേരിടുന്ന പ്രതിസന്ധി. അദ്ദേഹത്തിന് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം ഇല്ലാതെ കേരളത്തിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല. ഒറ്റയാൻ പാർട്ടിക്കോ ഒറ്റയാൻ നേതാവിനോ യാതൊരു പ്രസക്തിയുമില്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ. ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ പിണറായി വിജയൻ്റെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതെന്തുമാത്രം പ്രായോഗികമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും PC ജോർജ് ഒരു വഴിത്തിരിവിലാണ്. അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ നല്ലതാണ്. പക്ഷേ അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം, അതിൻ്റെ വിശ്വാസ്യത അദ്ദേഹം നഷ്ടപ്പെടുത്തി. അതാണ് ഇന്ന് PC ജോർജ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ശ്രീ പ്രതാപൻ, PC ജോർജിന് മാണിക്കെതിരായ കാര്യം അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിസന്ധി, അത് ഒരു പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാനുള്ള സാധ്യത അതേതാണ്ട് അടയ്ക്കപ്പെട്ടു. വൈസ് ചെയർമാൻ സ്ഥാനം അത് മാണി പറയുന്ന ദിവസം വരെ മാത്രമേ ഉള്ളൂ. ജോസഫ് ഒപ്പം നിൽക്കും. MLA എന്ന ആ പദവി അത് പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ കൊണ്ട് നടക്കാൻ കഴിഞ്ഞേക്കാം. എങ്ങനെ ഈ പ്രതിസന്ധിയെ നിങ്ങൾ അതിജീവിക്കും? മാണിയെ രാജിവയ്പ്പിക്കാം എന്ന ഒരു ഏക ലക്ഷ്യവുമായി നീങ്ങിയ ആ രാഷ്ട്രീയ ലൈൻ, അതിൽ പാളിച്ച പറ്റിയോ? പല MLA-മാരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു MLA പോലുമില്ല. ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ച പോലെ എങ്ങനെ ഈ പ്രതിസന്ധിയെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും? LDF-ലേക്കാണോ അതോ MLA സ്ഥാനം കൂടി രാജിവെച്ചുകൊണ്ട് ഈ മാണി നൽകിയ, മാണിയുടെ പാർട്ടിക്കൊപ്പം നിന്ന് കിട്ടിയ MLA സ്ഥാനവും വേണ്ട, ഞാൻ ആശയപരമായ ഒരു വലിയ സമരത്തിന് നേതൃത്വം നൽകുന്നു, ആ രീതിയിലേക്ക് ജോർജ് മാറുമോ? ശ്രീ ജേക്കബ് ജോർജിന്റെ ശാസ്ത്രീയ നിരീക്ഷണ പാടവ കലയുടെ വാക്പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടിരിക്കുക. എന്റെ പൊന്ന് പ്രകാശേട്ട, എന്തൊരു വിഡ്ഢിത്തമായി മനുഷ്യൻ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ PC ജോർജിന്റെ ഏതാണ്ട് മൈലേജ് കുറഞ്ഞെന്നോ അദ്ദേഹത്തിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടെന്നോ ഒക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി എവിടുത്തെ നിരീക്ഷകന? എന്താണ് ഈ പുള്ളി നിരീക്ഷിക്കുന്നത്? PC ജോർജ് ഉയർത്തുന്നത്, PC ജോർജ് മാണി ഗ്രൂപ്പിൽ നിന്ന് ആളെ പിടിക്കാൻ വേണ്ടി മാണി ഗ്രൂപ്പിൽ ചേർന്നതല്ല, MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ചേർന്നതല്ല, ഭാരവാഹികളെ വശത്താക്കാൻ വേണ്ടി ചേർന്നതല്ല. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ധാര കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയും കാർഷിക മേഖലയ്ക്ക് വേണ്ടിയും
വിഘടിച്ചു നിൽക്കുന്നത് ആപത്താണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് ആ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മാണി സാറിന്റെ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഞങ്ങൾ ചേർന്നത്. അല്ലാതെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ MLA-മാരെ ചാക്കിട്ട് പിടിക്കാനോ മാണി സാറിന്റെ രാഷ്ട്രീയ അടിത്തറ തകർക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ചേർന്നത്. മാണി സാറ് കെ എം മാണി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്, എല്ലാ അർത്ഥത്തിലും കെ എം മാണി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കേരള കോൺഗ്രസ് സെക്കുലർ ലയിച്ചത്. അതിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതിന് വ്യക്തമായ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടന്ന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ആ മാർഗം അടച്ചു കളഞ്ഞു. അതിന്റെ തെളിവാണ് കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ സമരത്തെ തുടർന്ന് കേരളത്തിലെ മലയോര മേഖലയിൽ ഉണ്ടായ പഴയ കാര്യങ്ങളിലേക്ക് പോകാതെ പ്രതാപൻ, സമയക്കുറവ് ഒറ്റ വാക്ക്, എങ്ങനെ ജോർജ് ഇനി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും? കേരള കോൺഗ്രസിൽ ഇടമില്ല. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ മുഴുവൻ സമ്മതിദായകരുടെയും പിൻബലമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള മൂഢവിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ ശക്തിയെ പറ്റിയും ഞങ്ങളുടെ രാഷ്ട്രീയ പിൻബലത്തെ പറ്റിയും വളരെ വ്യക്തമായ ധാരണ വ്യക്തമാണ്. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ജോർജിന് ഇപ്പോഴും അജണ്ടയുണ്ട്. പക്ഷേ ആ അജണ്ട KM മാണി വളരെ പെട്ടെന്ന് പൊളിച്ചു തകർത്തോ എന്നാണ് അറിയേണ്ടത്. ഈ കളിയിൽ മാണിയാണോ ജോർജാണോ വിജയിച്ചത് എന്ന് പൂർണ്ണമായി പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അറിയാം.